ഇക്കഴിഞ്ഞ 9 കൊല്ലത്തെ ഭരണത്തിനിടെ എത്രയെത്ര തീരുമാനങ്ങളാണ് പിണറായി സർക്കാർ പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരിഞ്ഞു നടന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ട്രോളുന്നത് പോലെ യു ടേൺ അടിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സർക്കാരിനും പാർട്ടിക്കും ഉണ്ടാക്കുന്ന ആഘാതം അവർ തിരിച്ചറിയുന്നില്ലേ? ആരാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്ന ചോദ്യം സാധാരണക്കാരനായ ഒരു പാർട്ടി അനുഭാവിക്ക് ഉള്ളിലുണ്ടാകും. ആ തരത്തിലാണ് പല പരിഷ്കാരങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. സ്പ്രിംഗ്ലർ കരാർ മുതൽ ഇപ്പോഴത്തെ പാരഡി പാട്ട് വിവാദം വരെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. ഒരാവേശത്തിന് എടുത്തുചാടി അടുത്ത ആവേശത്തിന് അത്ര വേഗം കയറിപ്പോരാൻ പറ്റാത്ത തരത്തിലുള്ള ചതുപ്പുകളിൽ എത്രയോ വട്ടം CPM വീണിരിക്കുന്നു. പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങുന്നതോടെ പല തീരുമാനങ്ങളിൽ നിന്നും യു ടേൺ അടിക്കും. പക്ഷേ അപ്പോഴേക്കും സംഭവിക്കാനുള്ള തട്ടുകേട് മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അങ്ങനെ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായ കേടുപാടുകളുടെ പരിണിത ഫലമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM അനുഭവിച്ചത്. ഇത്തരത്തിൽ ഏറ്റവും ഒടുവിലത്തെ തീരുമാനമാണ് പാരഡി പാട്ടിനെതിരെ കേസെടുക്കാനുള്ളത്. ഇടത് ബുദ്ധിജീവികൾ വരെ സർക്കാരിനെ വിമർശിച്ചതോടെ കേസെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും യു ടേൺ അടിച്ചു. പാരഡി പാട്ടിൽ കേസെടുക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന് കുറച്ചു നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു എന്നതാണ് മറ്റു സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടത്. മറ്റു പല തീരുമാനങ്ങളും രാഷ്ട്രീയമായി ഏറെ തിരിച്ചടി ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ പാർട്ടിക്ക് ബോധോദയം വന്നിട്ടുള്ളൂ എന്നതാണ് വസ്തുത. PM ശ്രീ വിവാദത്തിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. എന്തായിരുന്നു PM ശ്രീ വിവാദം? 5 വർഷത്തോളം CPM-ഉം LDF മുന്നണി ആകെയും ശക്തിയുക്തം എതിർത്തു വന്ന ഒരു പദ്ധതിയെയാണ് പിൻവാതിലിലൂടെ കൈപിടിച്ച് സംസ്ഥാനത്തേക്ക് കയറ്റാൻ ശ്രമിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നതാണ് എന്ന് നാടുനാടാന്തരം വിളിച്ചു പറഞ്ഞിട്ട് ഒടുക്കം അതേ നയത്തിന്റെ ഭാഗമായ PM ശ്രീ പദ്ധതിക്ക് കൈകൊടുക്കുക. മുന്നണിയോ പാർട്ടിയോ മന്ത്രിസഭയോ അറിയാതെ നടത്തിയ ഈ കൈകൊടുക്കൽ പുറത്തറിഞ്ഞതോടെ ആദ്യം പ്രതിരോധിച്ചു നിൽക്കാനും ന്യായീകരിക്കാനും കുറേ ശ്രമിച്ചു നോക്കി. പക്ഷേ നടന്നില്ല. ഒടുക്കം പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. മന്ത്രിസഭ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് CPI എത്തിക്കുന്ന ഘട്ടം എത്തിയപ്പോഴാണ് PM ശ്രീയിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. PM ശ്രീക്ക് പിന്നാലെ സംഭവിച്ചതാണ് VC നിയമനത്തിൽ ഗവർണറുമായി രമ്യതയിലെത്തിയ കാര്യം. അവിടെയും പിണറായി മുൻപ് പറഞ്ഞതെല്ലാം വിഴുങ്ങി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമന കാര്യത്തിൽ ഗവർണറുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതായിരുന്നു മുഖ്യമന്ത്രിയും സർക്കാരും. പോരാട്ടം തുടങ്ങുകയും ചെയ്തു. പക്ഷേ കേസ് സുപ്രീം കോടതിയിലെത്തി. നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കൂ, VCയെ ഞങ്ങൾ നിയമിച്ചോളാം എന്ന് കോടതി പറഞ്ഞതോടെ വാല് ചുരുട്ടി. രാമാനം ഗവർണറെ പോയി കണ്ട് എല്ലാം കോംപ്ലിമെന്റ് ആക്കി. പക്ഷേ പാർട്ടി കമ്മിറ്റി പോലും ഇക്കാര്യം അറിഞ്ഞില്ല. ഗവർണറുടെ അപ്രീതിക്ക് പാത്രമായ കേരള സർവകലാശാല രജിസ്ട്രാറെ പിന്തുണ നൽകി കൂടെ നിർത്തുകയും VCക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഘട്ടം വരെ എത്തിയിരുന്നു. ഒടുവിൽ ഒത്തുതീർപ്പായപ്പോൾ എന്ത് സംഭവിച്ചു? രജിസ്ട്രാറെ സ്ഥാനത്ത് നിന്ന് നീക്കി. പകരം ആർക്കെതിരെയാണോ സമരം ചെയ്തത് അയാളെ തന്നെ VCയാക്കി നിയമിക്കുകയും ചെയ്തു. എല്ലാം ശുഭം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലകൾ ആരംഭിക്കാനുള്ള തീരുമാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വരെ വിമർശനം ഏറ്റുവാങ്ങിയതാണ്. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെയായിരുന്നു ഈ തീരുമാനവും. 3 ബിയർ ഉൽപാദന കമ്പനികൾ അഥവാ ബ്രൂവറിയും ഒരു മദ്യനിർമ്മാണശാല അഥവാ ഡിസ്റ്റിലറിയും അനുവദിച്ചുവെന്നും കോടികളുടെ അഴിമതിയുണ്ട് അതിലെന്നുമായിരുന്നു ആരോപണം. വ്യവഹാര സാധ്യത മനസ്സിലാക്കി ഈ അനുമതിയും സർക്കാർ റദ്ദാക്കി. സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് നിയമത്തിൽ ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്നതും പ്രതിഷേധത്തിന് ഇടയാക്കിയതാണ്. ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി പിൻവലിക്കൽ ഓർഡിനൻസ്, റിപ്പീലിംഗ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തത് ഈ വിഷയത്തിലാണ്. വനം വന്യജീവി നിയമത്തിൽ ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വനനിയമ ഭേദഗതിയും അത്തരത്തിൽ ഒരു തുഗ്ലക് പരിഷ്കാരമായിരുന്നു. പക്ഷേ യു ടേൺ അടിച്ചു. സകല പ്രതിഷേധങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അതിവേഗ റെയിൽ എന്ന സങ്കല്പത്തോടെ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതിയും അതിനായുള്ള കല്ലിടലും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ സിൽവർ ലൈൻ സർവേ നടത്തുന്നതിനായുള്ള മഞ്ഞക്കുറ്റി നാട്ടലിന്റെയും അത് പറിക്കലിന്റെയും കാലമായിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നു. നല്ല വൃത്തിയായി തെരഞ്ഞെടുപ്പ് തോറ്റു. സ്വിച്ചിട്ടതുപോലെ മഞ്ഞക്കുറ്റി നാട്ടൽ അവസാനിപ്പിച്ചു. ഇപ്പോൾ അങ്ങനെയൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നത് പോലുമില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലത്തെ യൂണിഫോം എന്ന സങ്കല്പവുമായി ആവിഷ്കരിച്ച ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇന്ന് ആർക്കും വേണ്ടാതായെന്ന് കരുതേണ്ടി വരും. വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് അവിടെയും യു ടേൺ അടിച്ചു.
കോവിഡ് വിവര വിശകലനത്തിന് US കമ്പനിയായ സ്പ്രിംഗ്ലറുമായി ഉണ്ടാക്കിയ കരാറും ഇതുപോലൊന്നാണ്. കരാർ നൽകിയതിൽ ചട്ടലംഘനമുണ്ട് എന്ന ആരോപണത്തെ മുഖ്യമന്ത്രി ആദ്യം പ്രതിരോധിച്ചു. ഹൈക്കോടതി ഇടപെട്ടതോടെ ഡാറ്റ സുരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ചേർക്കുകയും സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയർ സീഡിറ്റിന്റെ ക്ലൗഡ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് വിവാദങ്ങളെ തുടർന്ന് സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതുപോലുമില്ല. ഇതാണ് CPMന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഇതുവരെയുള്ള ടേണുകളുടെ ആകെ തുക. മുന്നണിയിലായാലും പാർട്ടിയിലായാലും കാര്യമായ ഒരു ആലോചനയുമില്ലാതെ പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങളായിരുന്നു ഇവയെല്ലാം. തീരുമാനമെടുക്കുന്നു, ന്യായീകരിക്കുന്നു, പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, തീരുമാനം റദ്ദാക്കുന്നു. റിപ്പീറ്റ്. ആരാകും ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ഉപദേശിക്കുന്നത്? സ്വാഭാവികമായും പേഴ്സണൽ സ്റ്റാഫ് ആയിരിക്കും. പക്ഷേ ഇതിന്റെയൊക്കെ തിരിച്ചടി നേരിടേണ്ടി വരുന്നതാകട്ടെ പാർട്ടിയും സർക്കാരുമാണ്. VC നിയമനത്തിലെ ഒത്തുതീർപ്പിൽ CPM സംസ്ഥാന സമിതിക്കുള്ളിൽ നിന്ന് പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകേണ്ടി വന്നത് ചില മാറ്റങ്ങളുടെ തുടക്കമാണോ എന്ന് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു.